Hello students, welcome to another video of artificial intelligence. In this lecture, we are discussing about using space state to represent reasoning with the predicate calculus. So നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് predicate calculus എന്താണെന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പേസ് സെർച്ചിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തമ്മിലുള്ള ഒരു കണക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം predicate calculus provides a mean to describe facts and relations in a problem domain mathematically. അഥവാ മാത്തമാറ്റിക്കലി ഒരു പ്രോബ്ലം ഡൊമൈനിൽ നമ്മൾ ഫാക്ട്സും റിലേഷൻസും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ predicate calculus എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഇത് predicate calculus നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് റൂൾസ് ആണ്. യൂസസ് റൂൾസ് ടു ഇൻഫോ ന്യൂ നോളജ്. എന്താണ് സം റൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ന്യൂ ആയിട്ടുള്ള നോളജുകൾ ഇൻഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾഡ് നോളജുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, പുതിയ നോളജ് ഇൻഫർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഇൻഫറൻസ് റൂൾസ് ഡിഫൈൻ എ സ്പേസ് ദാറ്റ് ഈസ് സെർച്ച് ടു ഫൈൻഡ് എ പ്രോബ്ലം സൊല്യൂഷൻ. അതേപോലെ തന്നെ ഇൻഫറൻസ് റൂൾസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പേസ് ഡിഫൈൻ ചെയ്യും. ആ സ്പേസിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ചിങ് നടത്തുന്നത് ഒരു സ്പേസിലാണ്. ഇൻഫറൻസ് റൂൾസ് അങ്ങനെ ഒരു സ്പേസ് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് സ്പേസ് സെർച്ച് തിയറി പ്രൊവൈഡ്സ് എ വിഷ്വൽ അപ്രോച്ച് ഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ടു ദ സ്പേസ് സെർച്ച് പ്രോബ്ലംസ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് തിയറി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു വിഷ്വൽ അപ്രോച്ച്, ഒരു സൊല്യൂഷന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് സെർച്ച് പ്രോബ്ലംസിൻ്റെ കേസിൽ ഒരു വിഷ്വൽ അപ്രോച്ച് സ്റ്റേറ്റ് സ്പേസ് സെർച്ച് തിയറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് താഴെ പറയുന്നത്. റെപ്രസെൻറ്റ് പ്രോബ്ലം ആസ് എ സ്റ്റേറ്റ് ഗ്രാഫ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലത്തിനെ സ്റ്റേറ്റ് ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ദെൻ യൂസ് ഗ്രാഫ് തിയറി ടു അനലൈസ് സ്ട്രക്ചർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോബ്ലം ആൻഡ് സെർച്ച് പ്രൊസീജിയർ. അഥവാ ദെൻ അതെന്ത് ചെയ്യണം, നമ്മൾ ഗ്രാഫ് തിയറി ഉപയോഗിച്ചിട്ട് അങ്ങനെ സ്റ്റേറ്റ് ഗ്രാഫായിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാഫ് തിയറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ആ പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചറും കോംപ്ലക്സിറ്റിയും ഒക്കെ അനലൈസ് ചെയ്തിട്ട് സെർച്ചിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ഗ്രാഫ് തിയറി യൂസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഗ്രാഫ് തിയറി നമുക്കറിയാം, എ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് നോഡ്സ് ആൻഡ് സെറ്റ് ഓഫ് ആർക്സ് ഓർ ലിങ്ക്സ് കണക്റ്റിംഗ് പെയർ ഓഫ് നോഡ്സ്. എന്താണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്? ഒരു ഗ്രാഫിൽ എന്താ ഉണ്ടാവുക, കുറേ എന്തുണ്ടാവും, സെറ്റ് ഓഫ് നോഡ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ആർക്സ് അല്ലെങ്കിൽ ലിങ്ക്സ് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ എന്താണ്, നോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ലിങ്ക്സുകളും ഒരു ഗ്രാഫിൽ ഉണ്ടാവും. ദ ഡൊമൈൻ ഓഫ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച്, ദ നോഡ്സ് ആർ interpreted to be stated in problem solving process and the arcs are taken to be transition between states. എന്താണ് ഈ ഗ്രാഫ് തിയറിൻ്റെ കേസിൽ എന്താണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് സെർച്ചിൻ്റെ കേസിൽ ആ ഒരു ഡൊമൈനിൽ ഈ നോഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഇൻ്റർപ്രറ്റഡ് ടു ബി സ്റ്റേറ്റഡ് ഇൻ എ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൻ്റെ ആ ഒരു ഭാഗമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഡൊമൈനിൽ ഈ ഒരു നോഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള സ്റ്റേറ്റ്സുകൾക്കിടയിലുള്ള ട്രാൻസിഷൻസ് ആണ് ഈ ഒരു ആർക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിങ്ക്സിനെ ഗ്രാഫ് തിയറിയിൽ കാണിക്കുന്നത്. ഗ്രാഫ് തിയറി ഈസ് അവർ ബെസ്റ്റ് ടൂൾ ഫോർ റീസണിങ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റിലേഷൻസ്. അതേപോലെ തന്നെ ഗ്രാഫ് തിയറി എന്താണ്, ഒരു ബെസ്റ്റ് ടൂളാണ് എന്തിനു വേണ്ടിയിട്ടുള്ള, റീസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്ട്സിൻ്റെയും അതേപോലെ തന്നെ റിലേഷൻസിൻ്റെ ഒക്കെ സ്ട്രക്ചേഴ്സിനെ റീസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂളാണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് തിയറിയുടെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. ഇവിടെ നോട്ട്സ് ആയിട്ടുള്ളത് ABCDE ആണ്. 5 നോട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആർക്സ് ആയിട്ടുള്ളത് AB ഉണ്ട്. അഥവാ അതിൻ്റെ ഇടയിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ കണക്ഷൻസ് ആണ് ആർക്സിൽ വരിക. AB ഉണ്ട്, AC ഉണ്ട്, BC ഉണ്ട്, BE ഉണ്ട്, DE ഉണ്ട്, DC ഉണ്ട്, അതേപോലെ തന്നെ ED ഉണ്ട്. സോ ഇതൊക്കെയാണ് ഗ്രാഫ് തിയറിനെ കുറിച്ചിട്ടൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ദെൻ സ്റ്റേറ്റ് സ്പേസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ലോജിക്കൽ സിസ്റ്റം ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ദ സൗണ്ട്നെസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് എ പ്രിഡിക്കേറ്റ് കാൽക്കുലസ് ഇൻഫറൻസ് റൂൾസ് ഗ്യാരണ്ടി ദ കറക്റ്റ്നെസ് ഓഫ് കൺക്ലൂഷൻ ഡിറൈവ്ഡ് ത്രൂ ദിസ് ഫോം ഓഫ് ഗ്രാഫ് ബേസ്ഡ് റീസണിങ്. എന്താ പറയുന്നത്, the soundness and completeness of predicate calculus inference rules guarantee the
correctness of conclusion derived through this form of graph based reasoning. ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള റീസണിങ് എന്ന് പറഞ്ഞു അല്ലേ. ഈ ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള റീസണിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺക്ലൂഷൻ ഈ ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള റീസണിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യുന്നു. അത് അങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്, അതെന്താണ്, കറക്റ്റ്നെസ് ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. കറക്റ്റ്നെസ് ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ഗ്രാഫ് ബേസ്ഡ് എന്താണ് റീസണിങ്ങിലും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ പ്രെഡിക്കേറ്റ്, കാൽക്കുലസ്, ഇൻഫറൻസ് റൂൾസ് തന്നെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ആ ഇത് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രാഫ് ബേസ്ഡ് റീസണിങ് ഇവിടെ നടത്താൻ പോകുന്നത്. ഓക്കെ, ദിസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ ഫോർമൽ പ്രൂഫ് ഓഫ് ദ integrity of a solution through the same algorithm that procedures the solution in a unique attribute of much artificial intelligence and theorem provided based on the problem solving. അതേപോലെ തന്നെ ഈ ഒരു കഴിവില്ലേ, അഥവാ ഇങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഈ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ടു പ്രൊഡ്യൂസ് എ ഫോർമൽ പ്രൂഫ് ഓഫ് ദ ഇന്റഗ്രിറ്റി ഓഫ് എ solution through the same algorithm that produces solution to unique attributes of artificial intelligence problem solving. അത് പ്രോബ്ലം സോൾവിങ് നമ്മൾ സാധാരണ രീതിയിൽ മാത്തമാറ്റിക്കലി ഒക്കെ എന്ത് ചെയ്യുന്നു, ഉള്ള പ്രോബ്ലംസിന് നമ്മൾ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ലേ, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതിൻ്റെ അതേ എന്താണ്, ഇത് സെയിം സംഭവമാണ് എന്തിൽ വരുന്നത്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമൽ പ്രൂഫിലൊക്കെ അല്ലേ ചെയ്യുന്നത് പോലെ അതേ സംഭവം, അതേ സൊല്യൂഷൻസ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ഓഫ് എ സെറ്റ് ഓഫ് ഇംപ്ലിക്കേഷൻ ഇൻ ദ പ്രൊപ്പോർഷണൽ കാൽക്കുലസ്. നമുക്ക് നോക്കാം സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓരോ ഇംപ്ലിക്കേഷൻസും സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രൊപ്പോസിഷൻസ് കാണാൻ പറ്റും. Q implies P, R implies P, V implies Q, S implies R, T implies R, S implies U, S T എന്നുള്ള. ഓക്കെ, ഇതിൽ ഇതിൻ്റെ മീനിങ് എന്താ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. Q എന്ത് ചെയ്യുന്നു, ഡിറ്റർമൈൻ ചെയ്യുന്നു, ആരെ Pനെ ഡിറ്റർമൈൻ ചെയ്യുന്നു, ആ രീതിയിലാണ്. അപ്പം ആദ്യം തന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് എന്താണ്, ടിയും എസ്സും ആണ്. ടിയും എസ്സും യൂസ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്നത്. സോ ടിയും ഞാൻ എസ്സും ഇവിടെ കൊടുത്തു. ദെൻ എസ് യുവിനെ എസ് ഇംപ്ലൈസ് യു എന്നാണ് പറയുന്നത്. സോ എസ് ഇംപ്ലൈസ് യുവിന് ഞാൻ ഇങ്ങനെയാണ് ലോജിക്കൽ സിസ്റ്റത്തിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇംപ്ലിക്കേഷൻസിനെ ഈ ഒരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എസ് ഇംപ്ലൈസ് യു. അതേപോലെ തന്നെ അടുത്തത് ടി ഇംപ്ലൈസ് ആർ ആണ്. ടി ഇംപ്ലൈസ് ആർ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അതേപോലെ തന്നെ എസ് ഇംപ്ലൈസ് ആർ, എസ് ഇംപ്ലൈസ് ആർ. ദെൻ വി ഇംപ്ലൈസ് ക്യൂ. അതേപോലെ ആർ ഇംപ്ലൈസ് പി, ക്യൂ ഇംപ്ലൈസ് പി എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് നമ്മളതിനെ ഒരു റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചതാണ്. ഈ ഒരു ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത് എന്നുള്ളത്. ദെൻ ആൻഡ് ഓർ ഗ്രാഫ് ഓഫ് എ സെറ്റ് ഓഫ് പ്രൊപ്പോർഷൻ കാൽക്കുലസ് എക്സ്പ്രഷൻസ്. അതേപോലെ തന്നെ നമുക്കറിയാം കുറേ എന്തുണ്ടാവും, നമുക്ക് ഫൈനൽ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൊല്യൂഷൻസ് കിട്ടുള്ളൂ. സോ ആ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഗ്രാഫിൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആൻഡ് ഓർ അല്ലെങ്കിൽ ആ പോലുള്ള നെഗേഷൻസ്, ഇംപ്ലിക്കേഷൻസ് പോലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ ആൻഡ് ഓർ ആണ് മെയിനായിട്ട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ എ ബി സി ഉണ്ട്, ബേസായിട്ട് എയും ബിയും സിയും ഉണ്ട്. ദെൻ എ ആൻഡ് ബി ഡിറൈവ്സ് എന്താണ്, അല്ലെങ്കിൽ ഇംപ്ലൈസ് ഡി ആണ്. എ ആൻഡ് സി ഇംപ്ലൈസ് ഇ, ബി ആൻഡ് ഡി ഇംപ്ലൈസ് എഫ്, എഫ് ഇംപ്ലൈസ് ജി എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇവിടെ നോക്കുക, എ ആൻഡ് ബി ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ്, ഡി ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ ഡിയും ദെൻ എയും സിയും ആണ്. എയും സിയും എന്തിനാണ്, ഇ ആണ് വരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ബി ആൻഡ് ഡി, ബിയും ഡിയും കൂടി വരുന്ന സമയത്ത് ബിയും എടുത്തു ഡിയും എടുത്തപ്പം എന്ത് വരുന്നു, എഫ് ആണ് വരുന്നത് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ. ദെൻ എന്ത് ചെയ്യുന്നു, എഫ് ഇംപ്ലൈസ് ജി ആണ്. ഇവിടെ ബാക്കി ഒന്നുകൂടി ഉള്ളത് എന്താണ്, എ ഇംപ്ലൈസ് ഇ അല്ലേ, എ ഇംപ്ലൈസ് ഇ അങ്ങനെ ഒരു പ്രൊപ്പോസിഷൻസ് ഇതിലുണ്ട് കേട്ടോ, ഇത് വിട്ടുപോയതാണ്. എ ഇംപ്ലൈസ് എ ആൻഡ് ഇ ആണ് ഇംപ്ലൈസ് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻസും കൂടി ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ദെൻ നമുക്ക്
എക്സാമ്പിൾസിലോട്ട് പോവാം. എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആൻഡ് ഓർ ഗ്രാഫ് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിളാണ്. പ്രോഗ്രാം ഫോർ സിംബോളിക്കലി ഇൻറ്റിഗ്രേറ്റിംഗ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യണം, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് ഇൻറ്റഗ്രേഷൻ ഇല്ലേ, സിംബോളിക്കലി ഇൻറ്റഗ്രേറ്റിംഗ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ഇൻറ്റഗ്രേഷൻ ഫംഗ്ഷൻ ഇല്ലേ, അതാണ് നമ്മളുടെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. വെൽ നോൺ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റെൻസീവ്ലി ബൈ മാത്തമാറ്റീഷ്യൻ അല്ലെ, മാത്തമാറ്റീഷ്യൻസ് ഒരു വലിയൊരു പ്രോഗ്രാമാണ് എന്ത്, വെൽ നോൺ പ്രോഗ്രാമാണ് എന്ത്, ഈ ഒരു ഇൻറ്റഗ്രേറ്റിംഗ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ബ്രേക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ആൻ എക്സ്പ്രഷൻ ഇൻ ടു സബ് എക്സ്പ്രഷൻസ്. അപ്പം വലിയൊരു ഇൻറ്റഗ്രേഷൻ പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയുള്ള ഒരു ഇൻറ്റഗ്രേഷൻ പ്രോബ്ലത്തിൻ്റെ എക്സ്പ്രഷനെ നമ്മൾ സബ് എക്സ്പ്രഷൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ദാറ്റ് മേ ബി ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഇതിന് എന്ത് ചെയ്യും, നമ്മൾ ആ ഓരോ ബ്രേക്ക് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ചെറിയ ചെറിയ ഇൻറ്റഗ്രേഷൻസ് ഉണ്ടല്ലോ, ആ ഇൻറ്റഗ്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കും. With the result being combined algebraically into a solution expression. Then എന്ത് ചെയ്യുന്നു, ആ ചെറിയ ചെറിയ ഡിവൈഡ് ചെയ്തിട്ട് സബ് എക്സ്പ്രഷൻസ് ആക്കി മാറ്റിയിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തതിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽജിബ്രിക്കലി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വലിയ എക്സ്പ്രഷൻസിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് സ്ട്രാറ്റജി ഇൻക്ലൂഡ് ദ റൂൾ ഫോർ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആൻഡ് ദ റൂൾ ഫോർ ഡീകമ്പോസിഷൻ ദ ഇൻറ്റഗ്രൽ ഓഫ് സം ഇൻ ടു ദ സം ഓഫ് ദ ഇൻറ്റഗ്രൽ ഓഫ് ഇൻഡിവിജ്വൽ ടേംസ്. ഇതിലുണ്ടാകുന്ന ഇതിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എന്താണ്, റൂൾ ഓഫ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അതായത് നമ്മൾ പറയുന്ന ആ ഒരു പേരാണ് ദ റൂൾ ഓഫ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ആൻഡ് ദ റൂൾ ഓഫ് ഡീകമ്പോസിഷൻ ദ ഇൻറ്റഗ്രൽ ഓഫ് സം ഇൻ ടു ദ സം ഓഫ് ദ ഇൻറ്റഗ്രൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ടേംസ്. അഥവാ ഓരോ ഇൻഡിവിജ്വൽ ടേംസിൻ്റെ ഇൻറ്റഗ്രൽസിൻ്റെ സമ്മാണ് എന്ത് വരുന്നത്, എന്ത് ടോട്ടൽ ആ ഒരു വലിയൊരു എക്സ്പ്രഷൻസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡീകമ്പോസിഷൻ ഓഫ് എ പ്രോബ്ലം ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് സബ് പ്രോബ്ലംസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ആൻഡ് നോഡ്സ് ഇൻ ദ ഗ്രാഫ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലത്തിനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സബ് പ്രോബ്ലംസ് ആക്കിയെന്ന് പറഞ്ഞു. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൻഡ് നോഡ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് നോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, അതിനെ ഡീകമ്പോസ് ചെയ്തതിനൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് നോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നോഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ നമുക്ക് അതിൻ്റെ ആൻഡ് ഓർ ഗ്രാഫ് ഓഫ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് സ്പേസ് ഓഫ് ഇൻറ്റഗ്രേഷൻ എ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, അതിൻ്റെ ഡീകമ്പോസിഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഇമേജ് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ വലിയൊരു ഇൻറ്റഗ്രേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഉള്ളൊരു ഇൻറ്റഗ്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യുന്നു, എക്സിന് സൈൻ വൈ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ഇതാണ് നമ്മുടെ ഗോള്. അതിന് എന്ത് ചെയ്യുന്നു, എക്സിന് സൈൻ വൈ കൊടുത്തിട്ട് ഒരു വേറൊരു രീതിയിലോട്ട് മാറ്റി അതിനെ 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ അതിനെ വീണ്ടും സെഡ് എക്സ് വൈ എന്നുള്ള രീതിയിലൊക്കെ അതിനൊക്കെ വാല്യൂസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ഒരു ഇൻറ്റഗ്രേഷൻസിലോട്ട് എത്തിക്കുന്നു. അങ്ങനെ ഇൻറ്റഗ്രേഷൻസിന് ഇതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോന്നിനെയും സോൾവ് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ റിസൾട്ടിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനലി ഈ ഒരു ഇൻറ്റഗ്രേഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമുക്കൊന്നുകൂടി നല്ല ഒരു എക്സാമ്പിളിലോട്ട് നോക്കാം. ഗോൾ ഡ്രിവൻ ആൻഡ് ഓർ സെർച്ച് ആണ്. ദിസ് എക്സാമ്പിൾ ഈസ് ടേക്കൺ ഫ്രം പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്നുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മൾ ടോപ്പിക് തന്നെ പ്രെഡിക്കേറ്റ് കാൽക്കുലസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇൻ റെപ്രസെൻറ്റ് എ ഗോൾ ഡ്രിവൻ ഗ്രാഫ് വേർ ദ ഗോൾ ഈസ് ടു ബി പ്രൂവ്ഡ് ട്രൂ ഇൻ ദിസ് സിറ്റുവേഷൻ ഈസ് എ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എക്സ്പ്രഷൻ കണ്ടെയ്നിങ് വേരിയബിൾസ്. അഥവാ ഒരു പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എക്സ്പ്രഷൻ ഉണ്ട്, വേരിയബിൾസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എക്സ്പ്രഷൻസ് ഉണ്ട്. നമുക്ക് എന്താണ്, ഇത് ഗോൾ ഡ്രിവൻ ഗ്രാഫാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഗോള് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദ ആക്സിയംസ് ആർ ദ ലോജിക്കൽ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഡോഗ് ഫ്രെഡ് ആൻഡ് ഹിസ് മാസ്റ്റർ സാം. എന്താണ് ഇതിൽ ഈ ഒരു പ്രോബ്ലത്തിലുള്ള ആക്സിയംസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഡോഗ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രെഡ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ആൻഡ് ഹിസ് മാസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ സാം ഉണ്ട്. ഇതാണ് ഇതിലെ ആക്സിയംസ് ആയിട്ട് വരുന്നത്. അസ്യൂം ദാറ്റ് എ കോൾഡ് ഡേ ഈസ് നോട്ട് എ വാം ഡേ.
നിങ്ങൾ അസ്യൂം ചെയ്യുക കോൾഡ് ഡേ എന്തായിരിക്കില്ല, വാം ഡേ ആയിരിക്കില്ല. ബൈപ്പാസിങ് ഇഷ്യൂസ് സച്ച് ആസ് ദ കോംപ്ലക്സിറ്റി ആഡഡ് ബൈ ഇക്വലൻറ്റ് എക്സ്പ്രഷൻ ഫോർ പ്രെഡിക്കേറ്റ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ദ ഫാക്ട്സ് ആൻഡ് റൂൾസ് ഓഫ് ദിസ് എക്സാമ്പിൾ ആർ ഗിവൺ ആസ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഫോളോഡ് ബൈ ദെയർ പ്രെഡിക്കേറ്റ് കാറ്റഗറീസ് ഇക്വലൻസ്. ഇവിടെ നമ്മൾ അതിൻ്റെ ഫാക്ട്സും റൂൾസും ഒക്കെ നമ്മൾ ഇവിടെ ആ ഒരു എക്സാമ്പിളിൻ്റെ ഫാക്ട്സും റൂൾസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സെൻറ്റൻസിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോളോ ആയിട്ട് പ്രെഡിക്കേറ്റ് കാറ്റഗറീസ് ഇക്വലൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫ്രെഡ് ഈസ് എ കൂലി. എന്താ കൊടുത്ത് കൂലി. അതിന് നമ്മളെങ്ങനെ പ്രെഡിക്കേറ്റ് കാൽക്കുലസിലാക്കുക. നമ്മൾ പ്രെഡിക്കേറ്റ് കാൽക്കുലസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. കൂലി ഫ്രെഡ് എന്നുള്ള രീതിയിൽ വരുന്നു. അതേപോലെ തന്നെ സാം ഈസ് ഫ്രെഡ്സ് മാസ്റ്റർ. മാസ്റ്റർ എങ്ങനെ കൊടുക്കും? സാം ഈസ് ഫ്രെഡ്സ് മാസ്റ്റർ ആണ്. സോ മാസ്റ്റർ ഫ്രെഡ് സാം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദ ഡേ ഈസ് സാറ്റർഡേ. ഡേ ഓഫ് സാറ്റർഡേ എന്ന് നമുക്ക് കൊടുക്കാം. ഇറ്റ് ഈസ് കോൾഡ് ഓൺ സാറ്റർഡേ. അതെന്തായിരിക്കും? നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മുടെ കയ്യിൽ കോൾഡ് എന്ന് പറയുന്നതില്ല, പകരം എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ നമുക്കറിയാം വാം ഡേ അല്ലാത്തത് എന്താണ്, കോൾഡ് ഡേ ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ നമ്മൾ നോട്ട് ഉപയോഗിച്ചിട്ട് വാം ഓഫ് സാറ്റർഡേ അഥവാ വാം സാറ്റർഡേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും, കോൾഡ് ഓൺ സാറ്റർഡേ എന്നാവും. അതേപോലെ തന്നെ ഫ്രെഡ് ഈസ് ട്രെയിൻഡ്. എന്താണ്? ട്രെയിൻഡ് ഓഫ് ഫ്രെഡ് എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പെയിനിൽസ് ആർ good dogs and so are trained coolies. Then എന്താണ് അത് നമ്മൾ എങ്ങനെ കൊടുക്കും? ഫോർ all eggs. ആ എക്സ് എങ്ങനെയാണ്? സ്പെയിനിൽ ഓഫ് എക്സ്. അതേപോലെ തന്നെ കൂലീസ് ഓഫ് എക്സും കൂടി എന്താണ് ഓർ ചെയ്തതും അതേപോലെ തന്നെ ട്രെയിൻഡിനെ ആഡ് ചെയ്തതും ആയിട്ടുള്ള അഥവാ ട്രെയിൻഡ് ആയിട്ടുള്ള കൂലീസും അതേപോലെ തന്നെ ഗുഡ് സ്പെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആണെങ്കിൽ ഗുഡ് ഡോഗ് ഓഫ് എക്സ് നമുക്ക് വരും. ഇഫ് എ ഡോഗ് ഈസ് എ ഗുഡ് ഡോഗ് ആൻഡ് ഹാസ് എ മാസ്റ്റർ ദെൻ ഹി വിൽ ബി വിത്ത് ഹിസ് മാസ്റ്റർ എന്നാണ് പറയുന്നത്. അത് കണ്ടോ, ഇത് ഓരോന്നും ഇങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് എ സാറ്റർഡേ ആൻഡ് വാം ദെൻ സാം ഈസ് എറ്റ് ദ പാർക്ക് എന്നാണ് കൊടുത്തത്. അടുത്ത് നോക്കൂ, അതെങ്ങനെ വരുന്നത് നോക്കൂ. ഡേ ഓഫ് സാറ്റർഡേ അഥവാ സാറ്റർഡേ, ഇറ്റ് ഈസ് സാറ്റർഡേ എന്നുള്ളതിനാണ് നമ്മൾ ഡേ ഓഫ് സാറ്റർഡേ എന്നാക്കിയത്. ആൻഡ് വാം സാറ്റർഡേ ആണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് ഉപയോഗിച്ചിട്ട് വാം സാറ്റർഡേ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഥവാ സാറ്റർഡേയും വാമും ആണെന്നുണ്ടെങ്കിൽ സാം എവിടെയായിരിക്കും? പാർക്കിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ഇംപ്ലൈസ് എന്താണ് ലൊക്കേഷൻ. സാമിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? പാർക്കിലാണ്. ലൊക്കേഷൻ ഓഫ് സാം പാർക്ക് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സാമിൻ്റെ ലൊക്കേഷൻ പാർക്കാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ എന്താണ്? സാറ്റർഡേ വാം ഡേ ആണെന്നുണ്ടെങ്കിൽ ഡേ സാറ്റർഡേയും ആ സാറ്റർഡേ വാം ആണെന്നുണ്ടെങ്കിൽ സാമിൻ്റെ ലൊക്കേഷൻ എന്താണ്? പാർക്കാണ് എന്നുള്ള രീതിയിൽ നമ്മളിതിനെ പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതേപോലെ മറ്റൊന്ന് നോക്കൂ. ഇഫ് ഇറ്റ് ഈസ് സാറ്റർഡേ ആൻഡ് നോട്ട് വാം ദെൻ സാം ഈസ് എറ്റ് ദ മ്യൂസിയം. അഥവാ സാറ്റർഡേ ആണ് പക്ഷെ വാമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സാം എവിടെയായിരിക്കും? മ്യൂസിയത്തിലായിരിക്കും എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അഥവാ സാറ്റർഡേ ആണ്, അതിന് നമ്മൾ വരും ഡേ ഓഫ് സാറ്റർഡേ. ആൻഡ് പിന്നെന്താ? വാമല്ല, വാം സാറ്റർഡേക്ക് ഒരു നോട്ട് എടുത്തത് എന്തായി? വാം സാറ്റർഡേ അല്ല എന്നായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലൊക്കേഷൻ ഓഫ് സാം എന്തായിരിക്കും? മ്യൂസിയം ആയിരിക്കും എന്നുള്ള പ്രെഡിക്കേറ്റ് കാൽക്കുലസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ദ ഗോൾ എന്ന് പറയുന്നത് നമ്മളുടെ ദ ഗോൾ ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആൾ എക്സ് ലൊക്കേഷൻ ഓഫ് ഫ്രെഡ് എക്സ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇതാണ്, അഥവാ വേർ ഈസ് ഫ്രെഡ് എന്നുള്ളതാണ് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത്. അഥവാ ഫ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഗോള് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫ്രം ക്ലോസ് 7 എ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് അൽഗോരിതം എക്സാമിൻ ദിസ് ഗോൾ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്വേർഡ് സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് ഫ്രെഡ് ഈസ് എ ഗുഡ് ഡോഗ് ആൻഡ് ഫ്രെഡ് ഹാസ് എ മാസ്റ്റർ ആൻഡ് ഫ്രെഡ്സ് മാസ്റ്റർ ഈസ് അറ്റ് ദ ലൊക്കേഷൻ ദെൻ ദാറ്റ് ഫ്രെഡ് ഈസ് അറ്റ് ദാറ്റ് ലൊക്കേഷൻ ആൾസോ. എങ്ങനെ നമ്മൾ ചെയ്യുക? ഫ്രെഡ് ഒരു ഗുഡ് ഡോഗ് ഈസ് എ ഗുഡ് ഡോഗ് ആണ്. ആൻഡ് ദ ഫ്രെഡ് ഹാസ് എ മാസ്റ്റർ. ഫ്രെഡിനൊരു മാസ്റ്റർ ഉണ്ട്. ആൻഡ് ഫ്രെഡ്സ് മാസ്റ്റർ ഈസ് അറ്റ് ലൊക്കേഷൻ. അത് ഫ്രെഡ്സിൻ്റെ മാസ്റ്റർ ഒരു ലൊക്കേഷനിൽ ആണ് എന്നുണ്ടെങ്കിൽ ഫ്രെഡും എന്തായിരിക്കും? ആ ലൊക്കേഷനിലായിരിക്കും എന്നുള്ളതാണ്. ഫ്രെഡ് എന്ന് പറയുന്നത് ഒരു ഡോഗാണ് കേട്ടോ.
അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആ ഗോൾസിനെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്കിനി അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സബ്ഗ്രാഫ് ഷോയിങ് ദാറ്റ് ഫ്രെഡ് ഈസ് അറ്റ് ദ മ്യൂസിയം. ഫ്രെഡ് മ്യൂസിയത്തിൽ ആണ്, ആ ഡോഗ് ഫ്രെഡ് മ്യൂസിയത്തിലാണ് എന്നുള്ളതിൻ്റെ അത് ഷോ ചെയ്യുന്ന സബ്ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചതാണിത്. ഇവിടെ നോക്കൂ, ലൊക്കേഷൻ ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുള്ളത് നോക്കൂ കണ്ടോ. ലൊക്കേഷൻ ഓഫ് എക്സ് സെഡ്, ഗുഡ് ഡോഗ് ഓഫ് എക്സ്, മാസ്റ്റർ ഓഫ് എക്സ് വൈ, ലൊക്കേഷൻ എക്സ് സെഡ്. ഡയറക്ഷൻ ഓഫ് സെർച്ച് ഇങ്ങനെ ഉണ്ടോ, മുകളിൽ നിന്നാണ് താഴോട്ടാണ് വരിക. ദെൻ ട്രെയിൻഡ് ഓഫ് എക്സ്, മാസ്റ്റർ ഓഫ് ഫ്രെഡ് ഓഫ് സാം, അതേപോലെ തന്നെ ഡേ സാറ്റർഡേ, വാം സാറ്റർഡേ അല്ലേ. ലൊക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ താഴെ കൊടുക്കും. ലൊക്കേഷന് ഒന്നുകിൽ എന്തായിരിക്കും, സാറ്റർഡേ എന്തായിരിക്കും, വാമായിരിക്കും, അല്ലെങ്കിൽ എന്താ വാമാവില്ല. അതേപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഡോഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ട്രെയിൻഡ്, കൂലി എന്നുള്ളതാണ്. ആ രീതിയിലാണ് വരുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് നോക്കൂ. എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഫ്രെഡ് എന്നാണ്. സാം വൈന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സാം എന്നാണ്. സെഡിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മ്യൂസിയം എന്നാണ്. സോ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇങ്ങനെ ഡയറക്ഷൻ സെർച്ച് കണ്ടക്ട് ചെയ്താൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഡയറക്ഷൻ സെർച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രെഡ് ഈസ് അറ്റ് ദ മ്യൂസിയം എന്ന് നമുക്ക് കിട്ടും. ഫ്രെഡ് ഈസ് അറ്റ് ദ മ്യൂസിയം എന്ന് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് സൊല്യൂഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.